പത്മരാജൻ്റെയും സത്യനന്തിക്കാടിൻ്റെയും പ്രിയ നടി. മലയാളത്തിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച നടി. അഭിനയിച്ച വേഷങ്ങളെല്ലാം അവിസ്മരണീയമാക്കിയ നടി. അതാണ് ശാരി. പക്ഷേ ശാരിക്ക് പിഴച്ചുപോയി ചില കാര്യത്തിൽ. ശാരി ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ. യഥാർത്ഥ പേര് സാധന. സുബ്രഹ്മണ്യത്തിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മകളായിരുന്നു ശാരി. കുട്ടിക്കാലത്ത് തന്നെ ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടി അവർ. പിന്നീട് സിനിമയിലേക്ക് എത്തി. പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിലൂടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയായി ശാരി പ്രകീർത്തിക്കപ്പെട്ടു. ശാരിയുടെ പൂച്ചക്കണ്ണുകളും മെയ്യഴകും ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ പത്മരാജൻ സമർത്ഥമായി ഉപയോഗിച്ചു. പത്മരാജൻ മോഹൻലാൽ ടീമിൻ്റെ അടുത്ത ചിത്രമായ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ശാരിയെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ബ്രേക്കായി മാറി. ഈ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശാരി സ്വന്തമാക്കി. മലയാളത്തോടൊപ്പം തമിഴിലും ശാരി ശ്രദ്ധ നേടി. ഹിറ്റ്ലർ ഉമാനാഥ് എന്ന ചിത്രത്തിൽ ശാരി അഭിനയിച്ചത് അഭിനയ കുലപതി ശിവാജി ഗണേശൻ്റെ കൂടെ. ഹിറ്റ്ലർ ഉമാനാഥ് സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് കുറച്ച് തമിഴ് ചിത്രങ്ങൾ. 1 മുതൽ 0 വരെ, കളിക്കളം, പൊന്മുട്ടയിടുന്ന താറാവ്, തീർത്ഥം, കനൽക്കാറ്റ്, എന്നെന്നും നന്മകൾ, അപരൻ, സീസൺ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവിസ്മരണീയമായ അഭിനയമാണ് ശാരി കാഴ്ചവെച്ചത്. ശാരിയുടെ പൂച്ചക്കണ്ണും ഇരുനിറവും ഒക്കെ മലയാളികൾക്ക് ഇഷ്ടമായിരുന്നു. ശാരിയുടെ അഭിനയ മികവ് മലയാളികൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. മലയാളത്തിൽ കത്തി നിൽക്കുമ്പോൾ അക്കാലത്ത് ശാരി അഭിനയിച്ച ചില നീല ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തി. തമിഴ് ചിത്രങ്ങളും ഹിന്ദി ചിത്രങ്ങളുമാണ് തിയേറ്ററുകളിൽ എത്തിയത്. തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിലും എറണാകുളത്തെ ഇങ്ങനെയുള്ള പ്രശസ്ത തിയേറ്ററുകളിലും ഒക്കെ ശാരി അഭിനയിച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇത് ശാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി. മലയാളം അറിഞ്ഞുകൂടാത്ത അവർ മലയാളം പഠിച്ചത് മലയാള സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു. അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്താണ് അവർ വളർന്നു വന്നത്. പക്ഷേ പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ ശാരിയുടെ പടം വെച്ച ചിത്രങ്ങൾ കേരളത്തിലെമ്പാടും പ്രദർശിപ്പിക്കപ്പെട്ടു. നല്ല കളക്ഷനും നേടിയെടുത്തു ആ ചിത്രങ്ങൾ. ന്യൂൺ ഷോകളായിട്ടാണ് അന്ന് ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടത്. അത് കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറി. ശാരിയുടെ തുടകളും മാറിട വടിവും ഒക്കെ പ്രേക്ഷകർ കണ്ട് ആസ്വദിച്ചു. സിനിമയിൽ പ്രശസ്തയാകുന്നതിന് മുമ്പ് അവസരം തേടി നടന്നപ്പോൾ ശാരി അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു ഇവ. എന്നാൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് അല്ലെങ്കിൽ റിലീസ് ചെയ്യുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പല നടികൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. വൈശാലിയിൽ നായികയായ സുവർണ തിളങ്ങി നിൽക്കുമ്പോൾ സുവർണയുടെ ചിത്രങ്ങൾ, സുവർണ ഹിന്ദിയിൽ അഭിനയിച്ച, ബോളിവുഡിൽ അഭിനയിച്ച ചിത്രങ്ങൾ സുലഭമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അതാണ് സുവർണ ഔട്ടാകാനുള്ള കാരണവും. ഇത് ശാരിയെ മാനസികമായി തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾക്ക് മരുമകളായിരുന്നു ശാരി. അന്യഭാഷയിൽ നിന്ന് എത്തിയ മരുമകൾ. മലയാളികൾ ആന്ധ്രാപ്രദേശുകാരിയായ ശാരിയെ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ അവർക്ക് പാളിച്ചകൾ പറ്റി. അവരറിയാതെ അവരെ ആരൊക്കെയോ ചതിക്കുകയായിരുന്നു. ഇത്തരം ചിത്രങ്ങൾ നിരോധിക്കണമെന്ന് അവർ ആരോടും ആവശ്യപ്പെട്ടില്ല. പതിയെ അവർ മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയായി. കാരണം
ഇത്തരം ചിത്രങ്ങൾ അവർക്ക് നൽകിയ വേദന ചെറുതൊന്നും അല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് നായകനായ ചോക്ലേറ്റ് എന്ന ചിത്രത്തിലൂടെ അവർ തിരിച്ചു വന്നു. ശാരി ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. ശാരിക്കായൊരിടം മലയാളികൾ കണ്ടുവച്ചിട്ടുണ്ട്. മലയാളികളുടെ മനസ്സിൻ്റെ ഇടങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പഴയ കാലങ്ങൾ മറന്ന് ശാരി പുതിയ കാലത്തിനനുസൃതമായി അമ്മ വേഷങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.